കൊടുത്ത പാട് ഞങ്ങളെ കാണിക്കണം പിന്നെ ജന നാളെ ലൈവിലുള്ള 4-5 വേണ്ടിട്ട് പോരാടുന്നത് ഇന്നത്തെ ലാസ്റ്റ് ദിവസം പിന്നെ റാത്തല്ലെങ്കിൽ ബിസി തിരിച്ചല്ലേ ಬೇಡ ചെല്ലി എന്താ ബിസി എന്തുകൊണ്ടോ ചെല്ലി 5-6 ആൾ 3-4 ആളുള്ള നോക്കിക്കൊണ്ടു ലൈവിലുള്ള 3-4 ആൾ ബേലടിക്കുന്ന കുഴപ്പമില്ല. ഇനി കമൻസ് ഒന്നും കൊണ്ടാ ചാനൽ എല്ലാവർക്കും അറിയില്ലേ? അറിയും. ഇത് 5 ആളുള്ളായിരിക്കും. ലൈവ് ഉണ്ടല്ലേ? കമൻസ് ഉണ്ടോ? കമൻസ് ഒന്നും ഉണ്ടോ? ലൈവിലുള്ള പരിപാടികളല്ലേ? എന്നും കൊണ്ടാ ചെല്ലുവനി എന്നും കൊണ്ടാ ലൈവിലുള്ള പിന്നെ ചെല്ലാം ആൾ വന്നോണ്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇതിൻ്റെ കൺവീനറായിക്കൊണ്ട് ഈ പരിപാടി നിശ്ചയിച്ചതാണ്. ആദ്യത്തെ യോഗം തന്നെ റഫ ഹാളിൽ വെച്ച് 17-ാം തീയതിയാണ് നടന്നത്. ആ യോഗത്തിൽ തന്നെ നല്ല ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഈ ഗൂഢാലോചന കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ ബില്ലുമായി വരികയും എന്നിട്ട് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ഈ വഖഫ് ബില്ല്, വഖഫ് സ്വത്ത് കൊള്ളയടിക്കുന്നതിൻ്റെ ഭാഗമായി ഗൂഢാലോചനയിലൂടെ അത് ആക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ ഒരു വമ്പിച്ച ബഹുജന റാലിയാണ്
എല്ലാവരും കൂടി നടത്തുന്നത്. തീർച്ചയായും ജനപങ്കാളിത്തമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെയുള്ള പണ്ഡിതന്മാർ, ഉലമാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. തന്നെ ഏറ്റവും വലിയ നിയമത്തിനെതിരെയുള്ള റാലിയാണ് സംസ്ഥാനത്തൊട്ടാകെ വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കേന്ദ്ര സർക്കാരിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ റാലിക്കും അതിൽ ഉപരിയായി ജനപിന്തുണയ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ നടത്താനിരിക്കുന്ന വഖഫ് സംരക്ഷണ റാലി തീർത്തും മുഴുവൻ സമുദായത്തിലെ ഉലമാക്കളെ, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ മുൻനിർത്തിക്കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടാണ് പൊതുപ്രവർത്തകരായ. അതുപ്രകാരം നല്ലൊരു ജനപിന്തുണ എല്ലാ ആരാധന സാങ്കേതികമായി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് എല്ലാ മതങ്ങളുടെയും വിശിഷ്യ ന്യൂനപക്ഷ മതങ്ങളുടെ സ്വത്തുക്കളിൽ പിടിമുറുക്കാനുള്ള സംഘപരിവാർ പദ്ധതിയുടെ പൈലറ്റ് പ്രൊജക്ട് മാത്രമാണ്. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന സംഘപരിവാർ നീക്കങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല. നമ്മുടെ നാടിൻ്റെ നന്മയിലേക്ക്, നമ്മുടെ നാടിൻ്റെ രക്ഷയിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ റബ്ബർ ഹാളിൽ ചേർന്ന് ബഷീർ ചന്നയും അതുപോലെ അമ്മി ചന്ന അർഷത്തിന് നമ്മൾ എല്ലാവരുടെയും നേതൃത്വം മതിയാക്കിയത്. അവിടെ കണ്ട ആ പരിപാടിയിൽ കൂടി ജനങ്ങളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പരിപാടി ഈ ജാഥ വിജയിച്ചെന്ന് നമുക്ക് തീരുമാനിച്ചു. പക്ഷേ ജനങ്ങളുടെ നന്മയിലേക്ക് വേണ്ടിയാണ് ഈ ജാഥ നടത്തപ്പെടുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ ഒരു തീരെ അടിച്ചമർത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായൊരു ജാഥമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോരാട്ടത്തിൽ ഇങ്ങനെ നീങ്ങുന്നത്. അതിൽ നിയമപരമായിട്ടുള്ള പോരാട്ടം നിയമപരമായിട്ട് നമ്മൾ ഇതിൽ പോരാടാൻ വേണ്ടി തീർച്ചയായിട്ടും തൻ്റെടത്തോടു കൂടി ഞങ്ങൾ ഒരുങ്ങുന്നതാണ്. അതിലൊരു മടിയുമില്ല. നമുക്ക് ഇതിൽ പിന്നെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. മനുഷ്യ മക്കളെന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ പോരാട്ടം. ക്യാമറ അപ്പുറത്ത് നോക്കുന്നതാണ്. ഈ സൈഡിൽ ആൾ വരട്ടെ, അപ്പുറത്ത് ഭയങ്കര ചട്ടപ്പള്ളി ഭയങ്കര ഉണ്ടായിരുന്നു. എത്ര പോയി ഞാൻ ജാവൻ തുടങ്ങിയ സ്റ്റാർട്ട് ഒരു മിനിറ്റ് സ്റ്റാർട്ട് എന്നാ ചൊല്ലാം നമ്മൾ അസ്രപ്പിന് തച്ച് ഇവിടെ ചെല്ലി എൻ്റെ മെസ്സേജ് ചെല്ലി ചെല്ലി നല്ല കാര്യക്രമം സർക്കാരിൻ്റെ നടക്കുന്ന നടപടി നല്ല തീരുമാനങ്ങൾ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഈ തീരുമാനം നല്ല ഉത്തമമായൊരു തീരുമാനം തന്നെ. അതിർവഹിച്ച എന്തുകൊണ്ടില്ല കമൻസ് മാത്രമേ
അങ്ങനെ പറയുന്ന കാലഘട്ടത്തിൽ ലൈവിലുള്ള ഈ കാലഘട്ടത്തിൽ അളക്കരുത് ന്യൂസ്റ്റാറിലല്ല വക്കുണ്ട് അതിലുണ്ട് പ്രവാസിയിലുണ്ട് ഇത് മഞ്ചേശ്വര ഇതുണ്ട് അതിലെല്ലാത്തിലുണ്ട്. നമസ്കാരം കഴിഞ്ഞവരൊക്കെയും ഐവന്റെ സൈഡിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വോളണ്ടറിമാർ, നിങ്ങൾ ആൾക്കാരെ ഐവന്റെ സൈഡിലേക്ക് നമ്മുടെ ജാഥ തുടങ്ങേണ്ട ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തേണ്ടതുണ്ട്. കൃത്യമായി വോളണ്ടറിമാർ അത് പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വോളണ്ടറിമാർ വണ്ടി പാർക്കിങ്ങിന്റെ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. ആ സൈഡിലുള്ള 2-3 വോളണ്ടറിമാർ ആ സൈഡിൽ നിന്നുകൊണ്ട് അവിടെ വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായ ആൾക്കാരൊക്കെയും റാലി തുടങ്ങേണ്ട സ്ഥലത്തേക്ക് സ്വാഗത ഹോട്ടലിന്റെ മുൻവശത്തുള്ള ഹൈവേയിലേക്ക് എല്ലാവരെയും എത്തിച്ചേരേണ്ടതാണ്. ഈ റോഡും കുറച്ച് നേരം ഈ റോഡ് വിടണമല്ലോ. നമ്മൾ റാലി തുടങ്ങിയതിന് ശേഷമേ അങ്ങോട്ട് വിടേണ്ടതുള്ളൂ. നേതൃത്വം പറഞ്ഞതനുസരിച്ച് പൈലറ്റ് വണ്ടിന്റെ മുന്നിലേക്ക് ആരും പോകരുത്. ഫ്രണ്ടില് പൈലറ്റ് വണ്ടിയുണ്ട്, ആ പൈലറ്റ് വണ്ടിന്റെ ബാക്കിലാണ്. നേതൃത്വം പറയുന്നതനുസരിച്ച്
കുറച്ചും കൂടി മുമ്പോട്ട് വരിക, കുറച്ചും ഫ്ലെക്സിബിൾ. നമ്മുടെ പരിപാടിയിലേക്ക് ബാക്കിൽ പോയി വാലണ്ടേഴ്സ് ആരംഭിക്കാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരും മതേതര വിശ്വാസികളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നീങ്ങാനിരിക്കുന്ന റാലി, ആ റാലി ദയവ് ചെയ്ത് എല്ലാവരും ബാനറിന്റെ പുറകിലേക്ക് പോവുക. എല്ലാവരും ഒന്ന് ബാനറിന്റെ പുറകിലേക്ക് പോകും. കാരണം നമ്മൾ ഈ മുന്നിൽ നിൽക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് വോളണ്ടിയർമാർ പറയുന്നത് നമ്മൾ വേണ്ടി പോവുകയാണ്. നമ്മുടെ പരിപാടി 4:30 മണിക്കാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് 10 മിനിറ്റിനകം നമ്മുടെ മുന്നിലായ സാധാത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യാപനം 1000 ജമാഅത്ത് ഖത്തീബൊക്കെ ഇവിടെ എത്തിച്ചേരും. നമ്മുടെ നേതാക്കളൊക്കെയും ഇവിടെയുണ്ട്. ഈ വണ്ടിയുടെ വോളണ്ടിയർമാർ ഇവിടെ നിന്ന് മാറ്, എല്ലാവരും ഒന്ന് മാറ്. നിങ്ങളോട് വോളണ്ടിയർ എല്ലാവരും മാറുക. ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് മാറ്. മീഡിയക്കാർ ഒഴികെ ബാക്കി എല്ലാവരും പരമാവധി ഒഴിവാക്കും. എല്ലാവരും ഒന്ന് മാറുക. നമ്മൾ തന്നെ ഇത് റാലി നന്നാക്കി കൊണ്ടുപോകേണ്ടവരാണ്. ആദ്യം ഇപ്പൊ റാലി ആരംഭിക്കുകയല്ല, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. കാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ട അതിദാരുണമായി കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദ്യം നടക്കുന്നത് പഹൽഗാം ആയതുകൊണ്ട് ടെററിസ്റ്റ് ആക്ടിന് പ്രതിരോധിച്ചുകൊണ്ടുള്ള ഫ്ലക്കാർഡുകൾ മാത്രം ഉയർത്തിപ്പിടിക്കുക. മീഡിയക്കാർ الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله محمد
اللهم ഈ ഒരു റാലിയുടെ മുൻനിരയിൽ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉലമാക്കൾ, നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ നാടിന്റെ എല്ലാ മസ്ജിദിന്റെ ഖതീബന്മാരടക്കം, അതുപോലെ തന്നെ തങ്ങന്മാരടക്കം, രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് വസങ്കടി, അർഷാദ് വർക്കാടി, പത്രകർത്താക്കന്മാർ എല്ലാവരും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അനീഫ് ഫൊസോട്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം ബട്ടർഫ്ലൈ, അങ്ങനെയുള്ള ഓരോരുത്തർ ചിലപ്പോൾ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. നമുക്കറിയാം അതുപോലെ തന്നെ നമുക്കറിയാം രാജ്യത്തെ നടക്കിയ 28 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ആ സ്ഫോടനത്തിന്റെ ആ നടുക്കത്തിലാണ് നാം. അപ്പോഴും നാം മറക്കാൻ പറ്റാതെ നാം മനസ്സിൽ കരുതിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തേക്ക് പാകിസ്ഥാനിന്റെ ഭീകരവാദികൾ കടന്നു കയറി വന്നിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യം ഭരിക്കുന്നവരുടെ വീഴ്ചയാണ് എന്ന് നാം ഇവിടെ തുറന്ന് പറയേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ തങ്ങൾ അവർ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ മദ്ഹർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മഹല്ല് നേതൃത്വം, നാട്ടുകാരെ, സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട 2 പ്രോഗ്രാമാണ് അതുപോലെ നമ്മുടെ രാജ്യത്തെ നടുക്കിയ, നമ്മളൊക്കെ വളരെ ദുഃഖത്തിലായിട്ടിയ കാശ്മീരിലെ പഹൽഗ്രാം കൂട്ടക്കരുതി ആ കൊലപാതകത്തിന് ആക്രമണമാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യം മതേതരത്വത്തിൻ്റെ, എല്ലാവരും വളരെ ഐക്യത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ എപ്പോഴും സന്ധിയില്ലാ സമരം നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഏത് ഭീകരവാദ പ്രവർത്തനവുമായി ആര് മുന്നോട്ട് വന്നാലും അതിനെ ശക്തമായി എതിർക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ജനാധിപത്യം എന്ന നിലയ്ക്ക്, ഇന്ത്യയുടെ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ തന്നെ അത്തരം ഭീകരവാദികളെ കടുത്ത ശിക്ഷ, മാതൃകാപരമായി മറ്റുള്ളവർക്ക് പാഠമാകുന്ന രൂപത്തിലുള്ള ശിക്ഷാ നടപടി എടുക്കണമെന്നാണ് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് എല്ലാ നിലക്കും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വഖഫ് നിയമത്തിനെതിരെയും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധവുമായ നിയമമാണ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈ ഐക്യത്തെ, ജനാധിപത്യത്തെ, മതേതരത്വത്തെ നശിപ്പിക്കുന്ന നിയമങ്ങളുമായി വർഷങ്ങളായി സർക്കാർ മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെതിർക്കുകയും ഇന്ത്യയുടെ ഈ മഹത്തായ ആശയത്തെ, മതേതരത്വത്തെ, ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ഐക്യവും സൗഹാർദ്ദവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഒരുപാട് സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഈ ശക്തമായ വെയിലിലും നമ്മളൊക്കെ ഇവിടെ വളരെ പ്രായം ചെന്ന് നടക്കാൻ പ്രയാസമുള്ള ആളുകൾ വരെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഇത്തരം സാഹചര്യത്തിൽ അതിശക്തമായി നമ്മൾ അതിനെ എതിർക്കുകയും
അത്തരം പ്രവർത്തനങ്ങൾ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വധശിക്ഷ നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് നമ്മളൊക്കെ മുന്നിൽ വെക്കുന്നത്. ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ പൊരുത്തപ്പെടാനോ ഈ രാജ്യത്തിൻ്റെ മുസ്ലിമീങ്ങൾക്കാവില്ല. അതാര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെ കഠിനമാണ്. അത്തരം ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യത ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഇന്ന് ഈ കുഞ്ചത്തൂർ ജംഗ്ഷനിൽ നമ്മൾ നടത്തുന്നത് പോലെ എല്ലാ ഭാഗത്തിലുള്ള മുസ്ലിമീങ്ങളും ഈ നടന്നിട്ടുള്ള ഈ കശ്മീരിലെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ അതിശക്തമായി എതിർക്കുന്ന ജനവിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വ്യാപകമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറി, ഇവിടുത്തെ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഉമ്മത്തിന് കൃത്യമായ രീതിയിൽ അവകാശങ്ങൾ നൽകാനുള്ള തീരുമാനങ്ങൾ വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും ഈ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ്. ഇനി ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഡൽഹിയിൽ പോയി ജന്തർ മന്തറിൽ ഇത്തരം ഈ രാജ്യത്തിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്താനും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തയ്യാറാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ വഖഫ് ഭൂമികൾ എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പള്ളിയുടെ പേരിൽ, മദ്രസകളുടെ പേരിൽ, മതസ്ഥാപനങ്ങളുടെ പേരിൽ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ്